നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ടോയ് ആണ് ഈ കാണുന്നത്. ഈ ബോർഡിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 1, 2, 3 പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷേപ്സ്, കളറുകൾ, പിന്നെ അതിൻ്റെ ഡിസൈൻസ്, കൂടാതെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതൊക്കെ മീനുകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ചെറിയൊരു മാഗ്നറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കൂടെ ഇതിൻ്റെ കൂടെ ഒരു ചൂണ്ടയും കൂടെ ഉണ്ട്. ആ ചൂണ്ട വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഫിഷിനെ ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതൊക്കെ കുട്ടികളുടെ കോർഡിനേഷനും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ലേണിംഗ് ബോർഡും അതിന്റെ കൂട്ടത്തിലുള്ള ഈ ഷേപ്പുകളൊക്കെ തന്നെ മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് ആണ് ഇത്. ശരിക്കും ഇത് പ്രീ സ്കൂൾ ലേണിംഗ് കാറ്റഗറിയിൽ വരുന്ന ടോയ് ആണ്. ഞങ്ങൾക്കിത് കൈമാറി കിട്ടിയതാണ്. കൈമാറി കിട്ടിയതെന്ന് ഞാൻ ഉദ്ദേശിച്ചു, ഞങ്ങളിവിടെ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ വലിയ കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ, അവർ യൂസ് ചെയ്ത ടോയ്സ് ഒക്കെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും. അവരുടെ ഉപയോഗം കഴിയുമ്പോൾ നല്ല വൃത്തിക്കാണ് അവരെല്ലാം സൂക്ഷിക്കുന്നതും കളിക്കുന്നതൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ പുതിയതാണെന്നല്ലേ ശരിക്കും തോന്നുള്ളൂ. പക്ഷെ ഇതൊരു 6 വയസ്സുള്ള കുട്ടി അവൻ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം അവൻ ഇതിന്റെ ആവശ്യമില്ല, അവനെല്ലാം അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങളുടെ മോക്ക് 1.5 വയസ്സേ ആയിട്ടുള്ളൂ. ശരിക്കും ഇത് കളിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഇത് കണ്ടപ്പോൾ അവളിങ്ങനെ അറേഞ്ച് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പ്രായം നോക്കിയിട്ട് വേണം ടോയ്സ് വാങ്ങിക്കാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഇത് 3 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്, വായിലിടാൻ പറ്റുന്ന പാകത്തിലുള്ളത്. ഇപ്പൊ ഈ നമ്പേഴ്സ് എഴുതിയതിന്റെ മുകളിൽ കുറെ ഓട്ടകൾ കാണുന്നുണ്ടല്ലോ, അവിടെ നേരത്തെ കാണിച്ച പോലെ കുഞ്ഞു കുഞ്ഞു മരക്കഷ്ണങ്ങൾ ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഒന്നിനകത്ത് ഒരു റൗണ്ടിലുള്ളത് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാ. അപ്പൊ ഈ 1, 2 എന്നൊക്കെ പറയുന്നിടത്ത് വെക്കാനുള്ള ചെറിയൊരു മരക്കുറ്റി ഉണ്ട് ആ മുകളിൽ കാണുന്നത്. അതെന്ന് ചോദിച്ചാൽ പറ്റ ചെറുതാ. ഞാൻ നോക്കുമ്പോൾ മോള് ഇതിട്ട് വായിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് മാറ്റി വെക്കാൻ തോന്നിയില്ല, കാരണം ഇത്രയും കളർഫുൾ ആയതുകൊണ്ട് മോക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഇത് തന്നെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ലേണിംഗ് ബോർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതുപോലെ തന്നെ ഉപയോഗം ഉണ്ട് തോന്നിയോണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ സാധാരണ മോക്ക് ഈ ഏജിലൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന മിക്ക ടോയ്സും അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് മിക്കപ്പോഴും ഫീൽ ചെയ്യാറില്ല. ഇതുപോലെ കൈമാറി കിട്ടുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ടോയ്സ് ഒക്കെ വെച്ചിട്ട് കളിക്കുന്ന കാണാം. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ കുട്ടികൾ ഈ ഏജിൽ എന്തൊക്കെ വെച്ചാണ് കളിച്ചത് എന്ന് അറിയുന്നതുകൊണ്ട് അവർ അങ്ങനത്തെ ടോയ്സ് ഒക്കെയാണ് നമുക്ക് വാങ്ങിച്ചു തരിക. അപ്പൊ അത് നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു മരക്കഷ്ണങ്ങൾ കേട്ടോ. ഇതിങ്ങനെ ഈ ഹോളിൽ വെച്ചിട്ട് ലാസ്റ്റത്തിൽ 10 ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ ഏറ്റവും ഹൈറ്റ് കൂടിയത് അവിടെ വെക്കണം. ഈ ആദ്യം വെച്ചേക്കുന്ന 1, 2, 3 എന്നൊക്കെ എഴുതിയെടുത്ത് കുഞ്ഞു മരക്കുറ്റികളാണ്. അപ്പൊ അതൊക്കെ മോളെടുത്ത് വായിലിടുന്നുണ്ടായിരുന്നു. ഏജ് നോക്കിയിട്ട് ടോയ്സ് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മോക്ക് ഇത് കറക്റ്റ് കളറായിട്ട് ഇടാനൊന്നും അറിയില്ല കേട്ടോ. ഈ ലാസ്റ്റത്തെ വലിയ 10 എന്ന് പറയുന്നതിന്റെ അവിടെയുള്ള ആ ഒരു മരക്കുറ്റിയൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതവിടെ വെച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, ഇഷ്ടമുള്ള കളറ് അവക്ക് തോന്നുന്ന കളറൊക്കെ ഇടുക. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനൊന്നും അറിയില്ല. 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്ന കാണാം. അത് കൈമാറി കിട്ടിയതായതുകൊണ്ട് തന്നെ ഇതിന് എത്ര രൂപയാണെന്നോ ആമസോണിൽ അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ സെയിം ഇവിടെ ജപ്പാനിലൊക്കെ അവൈലബിൾ ആണ്. കാരണം ഇവിടെ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ യൂസ്ഡ് വൺസ് അവൈലബിൾ ആണ്. അല്ലാതെ എനിക്ക് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോയ് ആണ്. ഇതിന്റെ വേറെ രീതിക്കുള്ളതും ഏകദേശം ഇതേ ഒരു പാറ്റേണിൽ വരുന്നൊക്കെ നമ്മുടെ ആമസോണിലൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടു. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വളരെ കളർഫുൾ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മോക്ക് ഇത് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ ഏകദേശം വെറുതെ നമ്പേഴ്സ് മാത്രം അറേഞ്ച് ചെയ്യുന്ന, ഷേപ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു ടോയ് മോക്ക് ഉണ്ട് എങ്കിലും പക്ഷെ അത് വെച്ച് അങ്ങനെ കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷെ ഇതിനകത്ത് നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. 3 മുതൽ 6 അല്ലെങ്കിൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് ആണ് ഇവിടെ. എല്ലാം സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലും കിട്ടും. ഇവിടെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്ത ടോയ്സും ഡ്രസ്സും ചെരുപ്പും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ പോലും അത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഇപ്പം എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റോ അല്ലെങ്കിൽ തലണയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ടോയ്സോ എന്ത് സാധനം കളയണമെങ്കിലും അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ ഒരാൾക്കാരും വെറുതെ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടാറില്ല. കാരണം ഇത് കളയാൻ വേണ്ടി നമ്മൾ പിന്നെയും പൈസ കൊടുക്കണമല്ലോ. യൂസ്ഡ് ആയിട്ടുള്ള ടോയ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങളും വാങ്ങിക്കാറ്. റെയർ ആയിട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ടോയ്സ് മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാറുള്ളൂ. അല്ലാത്ത ഒന്നെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ ഉണ്ടോ എന്ന് നോക്കും.